പറഞ്ഞിട്ട് എന്റെ ഫോൺ എടുത്തിട്ടാന്ന് ഒന്ന് തന്നാലുണ്ടല്ലോ. ആരാണ് ബിന്ദു? കൊറേ മെസ്സേജ് അയക്കണ്ടല്ലോ ചക്കര മുത്തേന്നൊക്കെ പറഞ്ഞിട്ട്. എന്നെ കൊണ്ട് ഫോൺ എടുക്കണ്ടെന്ന് പറഞ്ഞത് നിങ്ങളുടെ ഈ കള്ളക്കളി കണ്ടുപിടിക്കുന്ന പറഞ്ഞിട്ടല്ലേ? അത് നീ അറിയേണ്ട കാര്യമില്ല. ഇവിടെ 4 നേരം നിനക്ക് തിന്നാൻ തന്നില്ലേ? അത് തിന്നിട്ട് ഇരിക്കണമെങ്കിൽ ഇരിക്കും, എല്ലാ വെച്ച് ഇറങ്ങി പോടി. ഇതൊക്കെ എന്റെ പേഴ്സണൽ മാറ്ററാണ്, അതിൽ നീ ഇടപെടേണ്ട ആവശ്യമില്ല. ഇടപെടും. ഇനി മേലെ ആ ബിന്ദു ഈ ഫോണിൽ വിളിക്കാനോ മെസ്സേജ് അയക്കാനോ പാടില്ല. ഞാൻ ഇപ്പൊ തന്നെ അവളെ വിളിക്കാൻ പോവാണ്. ആ ഫോൺ ഇങ്ങോട്ട് താടി, നീ അവളെ വിളിക്കോടി. നിങ്ങൾ എന്നെ തല്ലിയില്ലേ ഏതോ ഒരു പെണ്ണിന് വേണ്ടിട്ട്. ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല, ഞാൻ പോവാണ്. ആ നീ പോ, അത് തന്നെ എനിക്കും വേണ്ടത്. നീ പോയാലേ എനിക്കൊരു തേങ്ങയും ഇല്ല. ആ വാ മോളെ, ഇതെന്താ നീ ഒറ്റയ്ക്കാണ് വന്നത്? അവൻ വന്നില്ലേ? ഇല്ലമ്മ, ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് വന്നത്. ആ വാ കേറ് മോളെ. ഇക്കാക്കില്ലമ്മ, ഇക്കാക്ക ഭാര്യനെയും കൂട്ടിട്ടേ ഡോക്ടറെ കാണാൻ പോയിരിക്കണേ. അവൾക്കിത് 2ാം മാസമാണല്ലോ. എന്താ ചെക്കപ്പ് എന്തോ ഉണ്ടത്രേ. ഇപ്പൊ വരും. അല്ല നീ എന്താ ഇങ്ങനെ പെട്ടെന്ന് വന്നിരിക്കുന്നു? ഒന്നുമില്ല, വെറുതെ വന്നു തന്നെ. ആ വാ നീ. അവിടെയൊക്കെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനും നിന്റെ ഇക്കാക്കി ഇന്നലെയും കൂടി സംസാരിച്ചേ ഉള്ളൂ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ട്. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടാ? എന്താ നിന്റെ മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്? അവൻ നിന്നെ ഉപദ്രവിക്കാറുണ്ടാ? അതാ നീ എന്തിനാ ഇങ്ങനെ അറിയണത്? പറ. എന്താ മോളെ, എന്താണ് കാര്യം? പറ. ഇക്കാക്ക് ഏതോ ഒരു പെണ്ണായിട്ട് ബന്ധമുണ്ടമ്മ. ഞാനത് കണ്ടു. എന്നിട്ട് ഞാൻ ചോദിച്ചു. അപ്പൊ എന്നെ തല്ലി. കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെയായിട്ട് എന്നോട് സ്നേഹത്തോടെ ഒന്ന് പെരുമാറിയിട്ട് പോലുമില്ല. എന്നെ എങ്ങോട്ടും കൊണ്ടുപോയിട്ട് പോലുമില്ലമ്മ. എന്നെ കൊണ്ടുപോകാത്തതിലൊന്നും എനിക്ക് സങ്കടമില്ലമ്മ. പക്ഷെ കുടിച്ചിട്ട് തോന്നിയ പോലെ ഏതെങ്കിലുമൊക്കെ നേരത്തെ കയറി വരും. എന്നിട്ട് പിന്നെ മുണ്ടിലും ഭർഷനും ഒക്കെ തല്ലാടുമ്മ. ഒന്ന് സ്നേഹത്തിൽ സംസാരിക്കുക പോലുമില്ല. പിന്നെ ഏത് നേരം നോക്കിയാലും ഫോണിൽ തന്നെ ഏതോ പെണ്ണുങ്ങളായിട്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഒന്നും ചോദിക്കാനും പറ്റില്ല. ഇങ്ങനെ ഒരാളുടെ കൂടെ ഞാൻ എങ്ങനെയമ്മ ജീവിക്കുക? ഇനി ഞാൻ അങ്ങോട്ട് പോകണില്ലമ്മ. എനിക്ക് അയാളുടെ കൂടെയുള്ള ജീവിതം വേണ്ട. എന്നാ പിന്നെ അവന്റെ ഉമ്മാന്റെ അടുത്ത് പറഞ്ഞൂടെ കാര്യങ്ങളൊക്കെ? അങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ്. ഇക്കാന്റെ ഉമ്മാക്കും കാര്യങ്ങളൊക്കെ അറിയാമ്മ. പക്ഷെ അവരൊന്നും പറയില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവനെയും ചെയ്ത് പറയും. അതുകൊണ്ട് ഉമ്മ ഒന്നും പറയാൻ നിൽക്കില്ല. ശരി, നീ പോയിട്ടേ മോൻ കഴുക്. ഇപ്പൊ നിന്റെ ഇക്കാക്കിയും ഭാര്യയും വരും. നീ അവന്റെ അടുത്ത് ഇതൊന്നും പറയാൻ നിൽക്കണ്ട. ഇപ്പൊ അവന്റെ ഭാര്യ ഇതൊന്നും അറിയണ്ട, മനസ്സിലാകണ്ട. അവളിനെ ഈ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാണ്. നീ ഇനി ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകില്ല എന്ന് ആ പെണ്ണ് അറിഞ്ഞു കഴിഞ്ഞാലേ ചിലപ്പോ അതൊന്നും അവൾക്ക് ഇഷ്ടപ്പെടില്ല. ഞാനിപ്പോ ഇക്കാക്കാന്റെ അടുത്ത് പറയണം പറഞ്ഞിട്ട് വന്നതാണ്. എന്നിട്ട് നിങ്ങൾ പറയണ്ടെന്നാണ് പറയണത്. ഞാൻ അന്നേ പറഞ്ഞതല്ലേ എനിക്ക് കല്യാണം വേണ്ടമ്മ, എനിക്ക് പഠിക്കണമെന്ന്. അപ്പൊ നിങ്ങളൊന്നും കേട്ടില്ലല്ലോ. എന്നിട്ടിപ്പോ ഈ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോ ആ പ്രശ്നങ്ങൾ മാത്രം എന്റെ മാത്രമായില്ലേ? ഇങ്ങനെയൊക്കെ ആവുന്നതിന് ഞങ്ങൾ അറിഞ്ഞ. അവനക്കൊരു ജോലിയുണ്ട്, അത്യാവശ്യം സാമ്പത്തികമുണ്ട്. ചുറ്റുപാടും നോക്കിയപ്പോ അതും കുഴപ്പം കണ്ടില്ല. അവന്റെ മനസ്സ് നോക്കാൻ വേണ്ടിട്ട് വല്ല ചക്കയോ മാങ്ങിയാണ് ചൂട് നോക്കാൻ. എന്തെളുപ്പം. നിങ്ങളുടെ ബാധ്യത കഴിഞ്ഞല്ലോ എന്റെ ജീവിതവും. അതാണെന്റെ ഇക്കാക്കിയും കാര്യമില്ല. നീ ഇപ്പൊ തൽക്കാലം ഇതൊന്നും അവനെ കൊണ്ട് പറയാൻ നിൽക്കണ്ട, മനസ്സിലാണ്ട. സമയം പോലെ ഞാൻ തന്നെ പറഞ്ഞോളാം. നിങ്ങളെന്താ ഉച്ചയ്ക്ക് വരുമ്പോ നന്നായി വൈകിയല്ലോ? ആ അത് പിന്നെ ഡോക്ടറെ ഭക്ഷണം കഴിക്കാൻ പോയി ഉച്ചയായപ്പോ. പിന്നെ സ്കാനിങ് എടുത്തതിന്റെ റിപ്പോർട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതൊക്കെ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തു, അതാണ്. ഡോക്ടർ എന്ത് പറഞ്ഞു? കുഴപ്പമൊന്നുമില്ല. ഇനി 3-ാം മാസത്തിൽ ഒരു ചെക്കപ്പ് ഉണ്ട്. ഞാൻ നിങ്ങളെ കാണാണ്ടേ ആകെ ബേജാറായി. എന്താ എത്ര നേരം എന്ന് പറഞ്ഞിട്ട്. നീ പോയി കടന്ന ഷഹാന. മുജീബെ, സൽമ വന്നിട്ടുണ്ട്. ആ അവള് വന്നിട്ടുണ്ട്. എന്നിട്ട് അവിടെ അവളതാ റൂമിലുണ്ട്. ഇന്ന് തന്നെ പോവും അവള്? ഇല്ലെന്നാണ് പറഞ്ഞത്. നീ പോയി സംസാരിക്ക്. ആ നീ എപ്പോ വന്നു? നിനക്ക് സുഖം തന്നെയല്ലേ? ആ സുഖം. ഉമ്മ പറഞ്ഞു നീ കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവുന്നു. അതെന്തായാലും നന്നായി. അവളിനെ കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയത് തന്നെ. അവൾക്ക് ഇത് 2-ാം മാസമാണല്ലോ. എന്തായാലും നീ ഉള്ളത് നന്നായി. അവൾക്ക് കുറച്ച് ഹെൽപ്പ് ആവുമല്ലോ. കഴിച്ചാ? ആ കഴിച്ചു.
ശരി, റെസ്റ്റ് എടുക്ക്. ആ ആലോചിക്കാൻ തുടങ്ങി. ഏത് നേരം നോക്കിയാലും ഇങ്ങനെ ഇരുന്നോളും. ഞാനൊരുത്തി ഉണ്ടല്ലോ ഇവിടെ കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇത്തിരി വന്ന് സഹായിക്കുക, അതില്ല. എന്താണോ ഇത്രമാത്രം ആലോചിക്കാനോ? നോക്കി, നിങ്ങളുടെ പെങ്ങളെന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഡാഷ് ബോയ് അണ്ണാനെ പോലെ ഏത് നേരം നോക്കിയാലും ആലോചന തന്നെ. എന്താ ഇത്രമാത്രം ആലോചിക്കാനുള്ളത്? എന്നെ വന്ന് ഇത്തിരി സഹായിച്ചുകൂടെ? എന്തൊക്കെ പണികളാണ് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത്? ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോകട്ടോളെ. ഇനി അവളുടെ കെട്ടിയാൻ വീട്ടിൽ പോയിട്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്നുള്ളൂ. അവളുടെ കൂടെ ഞാൻ എങ്ങനെ പോകാൻ പറയും? അവൾക്ക് ഇഷ്ടമുണ്ടാകുമ്പോഴല്ലേ പോളൂ. ഇത് അവളുടെ കൂടെ വീടല്ലേ, എന്റെ മാത്രമൊന്നുമല്ലല്ലോ. അവൾ വന്നിട്ട് ഇപ്പോൾ 3 ആഴ്ചയായില്ലേ. ഇന്ന് പോകും നാളെ പോകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എത്ര വെച്ചിട്ട് നോക്കി നിൽക്കുക? എന്നെക്കൊണ്ടാകില്ല. അല്ലെങ്കിൽ എനിക്ക് ക്ഷീണമാണ്, പണികളൊന്നും കൂടി ചെയ്യാൻ പറ്റണില്ല. അതിന് ഇവിടെ അവൾ ആലോചിച്ചുകൊണ്ടേയിരിക്കണേ. എന്താ ഇപ്പം എത്രമാത്രം ആലോചിക്കാനുള്ളത്? ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നത് തന്നെയല്ലേ, അങ്ങോട്ട് പോയിക്കൂടെ? ഇനി തൊട്ട് അവളുടെ വീട് അതല്ലേ, ഇതൊന്നും അല്ലല്ലോ. പിന്നെന്താണ്? വരണം, ഇരിക്കണം, 2 ദിവസം ഇരിക്കണം, പോകണം, അത്ര തന്നെ. ഞാൻ നോക്ക്, എൻ്റെ വീട്ടിൽ പോകണം, 2 ദിവസം നിൽക്കണം, ഇങ്ങോട്ട് വരുന്നു. അല്ലാണ്ട് ഒരാഴ്ചയിൽ കൂടുതൽ ഞാൻ ഇതുവരെ നിന്നിട്ടുണ്ട്. ഓ, അപ്പം ഞാൻ പറയണത് മാത്രമേ പ്രശ്നമുള്ളൂ, അല്ലാണ്ട് അവൾ ഇവിടെ ഇരിക്കുന്നത് പ്രശ്നമില്ല. ഞാൻ പോവുകയാണ് എൻ്റെ വീട്ടിലേക്ക്. മോളെ, നീ ഇങ്ങനെ അവിടുത്തെ കാര്യങ്ങൾ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കാണ്ടേ ഇവിടെ വീട്ടിലത്തെ പണികളൊക്കെ ചെയ്തിട്ട് ഇത്തിരി ഇത്താകാരെയും കൂടി സഹായിച്ചൂടെ? നീ ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് പ്രശ്നങ്ങളൊക്കെ തീരുമോ? നീ അവളിനെ ഇത്തിരി സഹായിക്കി. പാവം എൻ്റെ കുട്ടി. ഈ വീട്ടിലും സമാധാനമില്ല, അവൾക്ക് കെട്ടിക്കൊടുത്തോടെയും സമാധാനമില്ല. എൻ്റെ കുട്ടിൻ്റെ ഒരു വിധി ഇങ്ങനെ ആയല്ലോ. അല്ലമ്മ, സൽമ വന്നിട്ട് ഇപ്പൊ 3 ആഴ്ച കഴിഞ്ഞല്ലോ. അവളെന്താ പോണില്ലേ കെട്ടിയാന്റെ വീട്ടിലേക്ക്? സാധാരണ അവള് വന്നു കഴിഞ്ഞാൽ 1-2 ദിവസം മാത്രം തന്നെ നിൽക്കുള്ളൂ. ഇതെന്താ ഇപ്പൊ 3 ആഴ്ചയായിട്ടും പോകാണ്ട് ഇവിടെ നിൽക്കുന്നത്? അത് പിന്നെ മുജീബേ, ഇനി അവൾ അങ്ങോട്ട് പോണില്ല എന്നാ പറയണത്. അവൻ ശരിയില്ല അത്ര. അവനക്ക് ഏതൊരു പെണ്ണായിട്ട് ബന്ധമുണ്ട് അത്ര. പിന്നെ കുടിക്കുകയും ചെയ്യത്ര. ഇത് അവൾ കണ്ട് ചോദിച്ചതിന് അവളെ തല്ലിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി അവൾ അങ്ങോട്ട് പോണില്ല എന്നാ പറയുന്നത്. അത് ശരി, ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് പിന്നെന്താ നിങ്ങൾ എന്നെ കൊണ്ട് പറഞ്ഞില്ല? നിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഇനി പ്രശ്നം വലുതാക്കണ്ട വിചാരിച്ചു. അവൻ ഒരാഴ്ച കഴിഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടുപോകുമെന്ന് വിചാരിച്ചു. പക്ഷെ പ്രശ്നം അതൊന്നും അല്ല, അവനിക്ക് ഉള്ള വേണ്ട. അതുകൊണ്ട് ഇനി അവൾ അങ്ങോട്ട് പോണില്ല എന്നാ പറയുന്നത്. പോരാത്തതിന് നിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഭാര്യ അറിയില്ലേ. പിന്നെ അവൾക്ക് ഈ വീട്ടിൽ വന്നു കയറിയ കുട്ടിയല്ലേ, ചിലപ്പോൾ അവൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. അപ്പൊ നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമാവില്ലേ. അപ്പൊ അതുകൊണ്ട് എല്ലാം ശരിയാവും എന്ന് വിചാരിച്ച് ഞാൻ നിന്റെ അടുത്ത് പറയാണ്ടിരുന്നതാണ്. അവനെ കൊണ്ട് ചോദിക്കണമല്ലോ, തല്ലാൻ വേണ്ടിയാണ് നമ്മൾ ഇവളെ കെട്ടിക്കൊടുത്തത്. നിങ്ങൾക്ക് എന്നെ കൊണ്ട് പറയായിരുന്നില്ലേ? അവൾ നിന്നെ കൊണ്ട് പറയണം പറഞ്ഞിട്ട് വന്നത് തന്നെ. പക്ഷെ ഞാനാ പറഞ്ഞത് അവളെ കൊണ്ട് പറയണ്ടെന്ന്, നിന്റെ ഭാര്യ അറിയണ്ട വിചാരിച്ചിട്ട്. സൽമ, ഇങ്ങോട്ട് വാ. എന്താ സൽമ, എന്താ പ്രശ്നം? ഉമ്മ എന്താ പറയുന്നത്? അവൻ നിന്നെ തല്ലിയെന്നൊക്കെ ഉമ്മ പറയുന്നു. എന്താ കാര്യം? എന്താണെങ്കിലും പറ. ഞാനിനി അങ്ങോട്ട് പോണില്ല കാക്ക. എന്നെ തീരെ ഇഷ്ടമല്ല. കള്ളുകൂടി മാത്രമാണെങ്കിൽ ഞാൻ പിന്നെയും സഹിക്കും. പക്ഷെ ഇത് എന്റെ കണ്ണിന് മുമ്പിൽ വെച്ചിട്ട് തന്നെ ആ പെണ്ണിന്റെ അടുത്ത് സംസാരിക്കും. ഇതൊക്കെ കണ്ടിട്ട് ഞാൻ എങ്ങനെയാ അവിടെ നിൽക്കുക? ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾ എന്തിനാ എന്റെ അടുത്ത് മറച്ചു വെച്ചത്? എപ്പോഴായാലും ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയേണ്ടത് തന്നെയല്ലേ? ശരി, നീ കരയാതെ, ഞാൻ അവനെ കൊണ്ട് സംസാരിക്കാം. ഡാ, തൽക്കാലം നീ നിന്റെ ഭാര്യന്റെ അടുത്ത് ഇവളിനി അങ്ങോട്ട് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോണില്ല എന്നൊന്നും അവളെ കൊണ്ട് പറയാൻ നിൽക്കണ്ട. അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കും പണിയിട്ട്. മനസ്സിലാകണ്ട. അന്ന് നിങ്ങൾ രണ്ടുപേരും കൂടി റൂമിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഇവൾ ഇവിടെ അങ്ങനെ നിൽക്കണതേ. അപ്പൊ അതുകൊണ്ട് ഇനി പോണില്ല എന്നൊന്നും അവളെ കൊണ്ട് പറയാൻ നിൽക്കണ്ട. നിങ്ങൾ തമ്മിൽ ഇനി അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാകും, അതുകൊണ്ടാണ്. എന്താണ് മുഖത്തൊരു വിഷമം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഒന്നുമില്ല. സൽമ കുറെ ആയല്ലോ ഇവിടെ വന്നിട്ട് നിൽക്കുന്നത്. എന്താ അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ പ്രശ്നമായിട്ട് വന്നതാണ്? ഞാൻ എല്ലാം കേട്ടു, നിങ്ങൾ അവിടെ സംസാരിച്ചുകൊണ്ട് നിന്നത്. ഇനി എന്നെ കൊണ്ട് മറക്കാനൊന്നും നോക്കണ്ട. അവൾക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നല്ല ഈ കല്യാണത്തിന്. അവൾ പഠിക്കണം എന്നാണ് പറഞ്ഞത്. ഉമ്മാന്റെ ആന്റി നിർബന്ധ പ്രകാരമാണ് ഈ കല്യാണത്തിന് അവൾ സമ്മതിച്ചത്.
എന്റെ കല്യാണം കഴിയുമ്പോഴത്തേനും അവളുടെ കല്യാണം കഴിക്കണമെന്നായിരുന്നു ഉമ്മ പറഞ്ഞത്. നാത്തും പോലും ഉണ്ടാവണ്ടാവുന്നുണ്ട്. അതിപ്പോ ഇങ്ങനെയാവുമെന്ന് വിചാരിച്ചില്ല. അവൻ ഇത്രയ്ക്ക് മോശമാണെന്ന് വിചാരിച്ചില്ല. ഇനി എന്താ അടുത്ത പരിപാടി? അവനെ പോയി ഒന്ന് കാണണം, എന്നിട്ട് സംസാരിക്കണം. എന്നിട്ട് വെള്ളം വീണ്ടും അങ്ങോട്ട് പറഞ്ഞു വിടാനാ? ഒത്തുതീർപ്പാക്കിയിട്ട് വെള്ളം അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് അവന്റെ സ്വഭാവം മാറുന്ന എന്താ ഉറപ്പ്? ഇപ്പോഴാണെങ്കിൽ ഇവള് ജീവനോടെങ്കിലും ഉണ്ട്. നിങ്ങൾ എന്റെ കാര്യം ആലോചിച്ചിട്ടാണ് വെള്ളം അങ്ങോട്ട് പറഞ്ഞു വിടുന്നതെങ്കിലേ അതെന്തായാലും വേണ്ട. ഏതൊരു പെണ്ണിന് ഇങ്ങനത്തെ ഒരാളുടെ കൂടെ ജീവിക്കണതേ നല്ല ബുദ്ധിമുട്ടാണ്. എനിക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥയെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? പാവം അവള് എത്ര വിഷമിച്ചിട്ടായിരിക്കും ഈ വീട്ടിൽ നിൽക്കുന്നത്. എനിക്ക് അവൾ ഇവിടെ നിൽക്കുന്നതിൽ ഒരു വിഷമവും ഇല്ല. നിങ്ങളെ എന്നെ വേറെ ആയിട്ട് കാണാണ്ടിരുന്നാൽ മതി. എന്തിനാ എല്ലാവരും എന്നെ ഇങ്ങനെ വേറിട്ട് കാണുന്നത്? ഞാൻ ഈ വീട്ടിലത്തെ ഒരു അംഗം തന്നെയല്ലേ. നിങ്ങൾ അവൻ്റെ അടുത്ത് പോയി സംസാരിക്കും. എന്നിട്ട് ഇവൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ആ ബന്ധം ഒഴിവാക്കി. എന്നിട്ട് ഇവള് പഠിക്കാൻ പോട്ടെ. ഇവൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്ന കുട്ടിയല്ലേ. എന്തായാലും അവൾ പഠിക്കാൻ പോട്ടെ. എന്നിട്ട് നല്ല വല്ല ആലോചന വരുമ്പോഴേ ഇവൾക്ക് ഇഷ്ടമാണെങ്കിൽ കല്യാണം കഴിച്ചു കൊടുക്കുക. അതുവരെ അവൾ ഇവിടെ തന്നെ സമാധാനത്തിൽ ഇരുന്നോട്ടെ. എന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നീ എന്നെ ശരിക്കും തോൽപ്പിച്ചു. എന്താക്കാ, ഞാൻ ഈ വീട്ടിലേക്ക് വന്നതേ നിങ്ങളുടെയൊക്കെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നിങ്ങളുടെയൊക്കെ ശത്രുവായിട്ടല്ല. ഞാൻ ഈ കാര്യങ്ങളൊന്നും അറിയണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഉമ്മ നിങ്ങളുടെ അടുത്ത് ഇത്രയും ദിവസം പറയാണ്ടിരുന്നത്. എനിക്കൊരു പ്രശ്നവുമില്ല. ഉമ്മാൻ്റെ അടുത്തും സൽമാൻ്റെ അടുത്തും പറയും. ഈ വീട്ടിൽ എന്ത് പ്രശ്നം വന്നാലും അതെൻ്റെയും കൂടി പ്രശ്നം തന്നെയല്ലേ. സൽമ, നിനക്കിനി അവന്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നീ ഇനി അങ്ങോട്ട് പോകണ്ട. നമുക്ക് ഈ ബന്ധം വേണ്ടാന്ന് വെക്കാം. അതല്ലേ നല്ലത്. നിനക്ക് പഠിക്കാനല്ലേ താല്പര്യം, നീ പഠിക്കാൻ പോയിക്കോ. എന്തായാലും ഞാൻ അവനെ കണ്ടിട്ട് രണ്ട് സംസാരിക്കുന്നുണ്ട്. ഷഹാനാക്കും എല്ലാ കാര്യങ്ങളും അറിയാം. ഇനിയിപ്പോൾ അവൾ അറിയുന്ന പറഞ്ഞിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ മറച്ചു വെക്കാനൊന്നും നിൽക്കണ്ട. അവൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അതിലൊന്നും അവൾക്ക് ഒരു കുഴപ്പമില്ല. ഇനി നീ പോയി തുടക്കി, ഞാൻ പോയി പാത്രം കഴുകട്ടെ.